ഹായ് ഹലോ നമസ്കാരം. ഇവർക്ക് എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുമാനി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൊച്ചു മൂവി കണ്ടിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഒരുപാട് വമ്പൻ ഹിറ്റുകളുടെ ഇടയിൽ ഒരു സിമ്പിളായിട്ട് വന്ന ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മജു എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ റൈറ്റർ അദ്ദേഹത്തിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, മജു. പിന്നെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫിറോസ് തൈറൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. പിന്നെ കോ പ്രൊഡ്യൂസറും ഈ മജു എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ മജു എന്ന് പറയാൻ എനിക്ക് പണ്ടൊരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു, മജു സർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. ഇപ്പോൾ ആ പേര് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്, മജു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നായകൻ എന്ന് പറയുന്നത് ഒരുപാട് നായകന്മാരുണ്ട്. വിനയ് ഫോർട്ട് ഉണ്ട്, സണ്ണി വെയിൻ ഉണ്ട്, ലുക്മാൻ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല കഴിവൊക്കെ ഉള്ള നല്ല നടന്മാരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ യാതൊരു തരത്തിലുള്ള ആന്റിസിപ്പേഷനും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു മുൻവിധിയും ഇല്ലാതാണ് ഈ പടം പോയി കണ്ടത്. പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടോട്ടൽ ഒരു മാവിന്റെ തണലിൽ ചെന്നിരുന്ന് ഒരു കൊച്ച് ബാലരമയോ അമർ ചിത്രകഥയോ ഒക്കെ വായിക്കുന്ന ഒരു ഫീൽ. തുടക്കം തന്നെ അങ്ങനെയാണ് പടത്തിന്റെ. ഇൻട്രോ തന്നെ ഒരു കഥ പറയുന്ന പോലെയാണ്. അപ്പൊ ആ സൗണ്ട് വോയിസ് ഓവർ ഒക്കെ ചെയ്തിരിക്കുന്ന കഥ പറയുന്ന പോലെ ഇൻട്രോ ഒക്കെ തന്ന മനുഷ്യരൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാട്ടൊന്നും അങ്ങനെ വലിയ നല്ല പാട്ടൊരു പ്രത്യേക ഭാഷ, മലബാറി ഭാഷയിലാണ് പാട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. പാട്ടൊക്കെ അതൊരു മ്യൂസിക് ഒക്കെ നല്ല രീതിക്ക് തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാട്ടുകൾ, അതിന്റെ രചനയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അമർ ചിത്ര ഒരു കഥ എങ്ങനെയാണ്, നമ്മൾ ഒരു മുത്തശ്ശിക്കഥ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ടൊരു നാട്ടിൽ ഇങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു. അവരിങ്ങനെയൊക്കെയാണ്, അവർക്ക് കുറെ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ നർമ്മ രൂപത്തിൽ, ഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ച ഒരു ചെറിയ സിനിമ. നമുക്കതിനെ ഭയങ്കര എന്താ പറയുക, ടമാർ പടാർ സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ബോറൻ സിനിമയൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം കൊമേഴ്സ്യലി ഇത് ഹിറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടമാണ്. പെരുമാനി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന്റെ പേരാണ് കേട്ടോ. അപ്പൊ അതാണ് പെരുമാനി, പ്രത്യേക ഒരു പേരാണല്ലോ പെരുമാനി. സോ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, അത്യാവശ്യം സെക്കൻഡ് ഹാഫിൽ നല്ല ഹ്യൂമറാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നും എങ്ങോട്ടാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ മലയാളികളുടെ ചിന്ത കഥ എവിടെ, ട്വിസ്റ്റ് എവിടെ, ടേണിംഗ് എവിടെ. പക്ഷെ സ്വാഭാവികം, ഞാനൊരു മലയാളിയും കൂടാണ്, അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുന്നതിന് കഥയൊന്നുമില്ല. പക്ഷെ അങ്ങനല്ല, അത് അങ്ങനെ പതുക്കെ വന്ന് എന്താ പറയുന്നത്, ഇങ്ങനെ കയറി സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ഹ്യൂമർ, ക്ലൈമാക്സ് വരെ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ വരെ വളരെ ഹ്യൂമറായിട്ട് ചെയ്ത ഒരു പടമാണ്. നല്ല ഡയറക്ഷൻ, നല്ല മനോഹരമായ ഒരു ഗ്രാമപ്രദേശം, പിന്നെ നല്ല ലൊക്കേഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ എന്താ പ്രത്യേകം പറയേണ്ട ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജാവ, അദ്ദേഹം ആ ജാവയിലൂടെ, പ്രേമത്തിലൂടെ വന്ന ആ ജാവ ലുക്ക് എന്താ പറയുന്നത്, അത് മാറി ഇപ്പോൾ വേറൊരു ലുക്കിൽ, അതായത് നാസർ എന്ന ഒരു കഥാപാത്രത്തെ മനോഹരമായിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സോ സണ്ണി വെയിനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലുക്മാൻ, അദ്ദേഹം മറ്റേ അഞ്ചക്കള്ളക്കൊക്കാൻ കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് അടുത്ത പടം ഇതാന്ന് തോന്നുന്നു. ലുക്മാൻ അവറാൻ നല്ല രീതിക്ക്, അദ്ദേഹവും വളരെ ഇമ്പോർട്ടന്റ്, പിന്നെ ആദ്യ അവസാനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സണ്ണി പിന്നെ നമ്മുടെ ലുക്മാൻ അവറാനും ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ എന്താ പറയുന്നത്, വളരെ മനോഹരമായിട്ട് കഥ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. സോ അങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കഥ. ഞാൻ പറഞ്ഞില്ല, മാവിന്റെ ചൂട്ടിലിരുന്ന് നമ്മളൊരു കഥ പുസ്തകം, നല്ല തമാശയുള്ള, ഇതിന് ലോജിക്കൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാനില്ല. സോ അങ്ങനത്തെ ഒരു കഥയാണ്, അങ്ങനത്തെ ഒരു മൂവിയാണ്. സോ സിമ്പിളായിട്ട് തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണാം. കുറച്ച് നേരം നമുക്ക് ബാക്കിയെല്ലാം മറന്നൊന്ന് ചിരിക്കാം. കുറച്ച് ചെറിയ ചിന്തകളും ചെറിയ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അവർ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, റെൻഡർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ അണിയറ സംവിധായകനും അതിലെ നടന്മാരും നടിമാരും ഒക്കെ. ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സണ്ണി വെയിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയും, അവർ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്, അവരും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഗംഭീര നാടൻ എന്താ പറയുക, കുറേ നല്ല രസികനായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു അന്യ നാട്ടുകാരനായിട്ടുള്ള ഒരു ബംഗാളി ഇതിനകത്ത് വന്ന്, അയാൾ ബംഗാളിയാണെന്ന് എനിക്ക് പക്ഷേ അയാളുടെ ആ ഒരു ആ ലുക്ക് അത് കറക്റ്റ് ബംഗാളിയുടെ തന്നെയാണ്. ഒന്നും മിണ്ടില്ല, അയാൾക്ക് ഡയലോഗ് ഇല്ല ഇതിനകത്ത്, അതും നല്ല. അതുപോലെ വിനയ് ഫോർട്ടിന്റെ ലുക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തപ്പിപ്പിടിച്ച് വിനയ് ഫോർട്ടിന്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണ് പറയേണ്ടത് പറഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഞാൻ എടുത്തു പോകുന്നതുകൊണ്ട് അത് തെറ്റിക്കരുതല്ലോ എന്ന് ഓർത്ത്. അപ്പൊ വിനയ് ഫോർട്ടിന്റെ വേറൊരു ലുക്ക് അതിനകത്ത് കേട്ടോ. വിനയ് ഫോർട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊക്കെ കുറച്ച് പടങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും നല്ല അടിപൊളിയാണ് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, എന്തായാലും നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ചിത്രകഥ വായിച്ച് തീർത്ത ഒരു ഫീലാണ് ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ എല്ലാവരും പോയി കാണുക, എന്റർടൈൻ ആവുക. ഓക്കെ, താങ്ക് യു.